പത്മകുമാറിൻ്റെ വീട് പരിശോധിക്കാനുള്ള പ്രധാന കാരണം അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു, ഇതിനകത്ത് ആരൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ ചോദിച്ചോ. പറഞ്ഞു എൻ്റെ വീട്ടിലെല്ലാ ഡോക്യുമെൻറ്റും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പത്മകുമാറും ആൾ ചില്ലറക്കാരനല്ല, അയാൾ MLA ഒക്കെ ആയിരുന്ന ആളല്ലേ. അപ്പോൾ ഡോക്യുമെൻറ്റുകൾ പലതും അദ്ദേഹം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തുള്ളൊരു പ്രശ്നം, കൈപ്പടയിൽ എഴുതണമെന്നൊക്കെ നിയമമുണ്ട് അവിടെ. ഈ ദേവസ്വം നിയമം അനുസരിച്ച് പല കാര്യങ്ങളും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൈപ്പടയിൽ എഴുതണം. ദേവസ്വം ബോർഡ് മെമ്പർമാർ 3 പേരുണ്ട്, അതിൽ 2 പേര് കൈപ്പടയിൽ എഴുതണം. ഇങ്ങനെയൊക്കെ പോലെ കഥകളുണ്ട് അവിടെ. അതുകൊണ്ട് DTP എടുത്തുകൊണ്ട് വന്ന് സാധാരണ ഓഫീസ് ചെയ്യുമ്പോൾ അല്ല, അവിടെ വേറെ ചില കാര്യങ്ങളൂടെ ഉണ്ട് അവിടുത്തെ നിയമത്തിൽ. പക്ഷേ അവിടെ പ്രശ്നം അതല്ല. ഇതിനകത്ത് അടുത്ത് വരാൻ പോണ കണ്ണി കടകംപള്ളി സുരേന്ദ്രനാണ്. അതെങ്ങനെ വരും? വളരെ സിമ്പിളാണ് ലോജിക്ക്. കടകംപള്ളി സുരേന്ദ്രൻ ഇന്നലെയും പറയുന്നത് കേട്ടു, അദ്ദേഹത്തിന് ദേവസ്വം ബോർഡിൻ്റെ ഫയലുകളൊന്നും വരില്ല. ശരിയാണ്, ദേവസ്വം ബോർഡിൻ്റെ ഫയലുകളൊന്നും എവിടെ വരില്ല, ഗവൺമെൻറ് വരില്ല. ദേവസ്വം ബോർഡ് ആപ്പാടെ വരാൻ പോകണമെന്താണ്, ദേവസ്വം ബോർഡിന് കുറച്ച് പൈസ വേണം, അല്ലെങ്കിൽ ഇവർ കുറച്ച് പൈസ അങ്ങോട്ട് കൊടുക്കുന്നു, ഗവൺമെൻറ് അങ്ങനെ വരുള്ളൂ. കാരണം അത് സ്വതന്ത്ര ബോഡിയാണ്, അതൊരു ബോർഡല്ലേ. ഒരിക്കലും ദേവസ്വം ബോർഡിൻ്റെ ദൈനംദിന ഫയൽ എവിടെ വരില്ല, സെക്രട്ടേറിയറ്റ് വരില്ല. അത് കടകംപള്ളി സുരേന്ദ്രൻ പറയണത് 100% ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.